ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും നാവിക സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി നാവികസേന ഡെപ്യൂട്ടി ചീഫ് വൈസ് അഡ്മിറൽ തരുൺ സോപ്തി ചൊവ്വാഴ്ച റിഫ കൊട്ടാരത്തിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയും ബഹ്റൈൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ പങ്കിടൽ, സംയുക്ത പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ, ഭാവി യുദ്ധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. ഫെബ്രുവരി 10, 2022 ഫെബ്രുവരി 10 റിഫ കൊട്ടാരത്തിൽ വെച്ച് ഇന്ത്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് VAD M തരുൺ സോപ്തി ബഹ്റൈൻ കിരീടാവകാശിയും സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെ സന്ദർശിച്ചു. വിവരങ്ങൾ പങ്കിടൽ, സംയുക്ത പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ, ഭാവി യുദ്ധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി ബന്ധങ്ങളും നാവിക സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ നടന്നതെന്ന് ഇന്ത്യൻ നാവികസേന എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. ഡിസംബർ 16 വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിക്കും സർക്കാരിനും ബഹ്റൈൻ ജനതയ്ക്കും രാജ്യത്തിന്റെ ദേശീയ ദിനത്തിൽ ഊഷ്മളമായ ആശംസകൾ നേർന്നു. ബഹ്റൈനുമായുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ ജയശങ്കർ പറഞ്ഞു. ദേശീയ ദിനത്തിൽ ബഹ്റൈൻ മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിക്കും സർക്കാരിനും ജനങ്ങൾക്കും ഊഷ്മളമായ ആശംസകൾ. നമ്മുടെ ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നു. നവംബർ 16 ജയശങ്കർ അൽ സയാനിയുമായി ഫോണിൽ സംസാരിച്ചതിന് ഒരു മാസത്തിനു ശേഷമാണ് സന്ദേശം എത്തിയത്. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ബഹുമുഖ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നു. പ്രധാന പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവർ കൈമാറി. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി ഫോണിൽ സംസാരിച്ചതിൽ സന്തോഷം. നമ്മുടെ ദീർഘകാല ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികൾ ചർച്ച ചെയ്തു. നിലവിലെ പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കൈമാറിയെന്നും ജയശങ്കർ അന്ന് തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ അടുത്തതും സൗഹൃദപരവുമായ ബന്ധങ്ങൾ പങ്കിടുന്നു. പതിവ് ഉന്നതതല ഇടപെടലുകൾ, വളരുന്ന വ്യാപാര നിക്ഷേപം, ഊർജം, പ്രതിരോധം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇതിനെ പിന്തുണയ്ക്കുന്നു. നവംബർ 1 ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുകയും ജയശങ്കറിനൊപ്പം 5ാമത് ഇന്ത്യ ബഹ്റൈൻ ഹൈ ജോയിന്റ് കമ്മീഷന്റെ സഹ അധ്യക്ഷനായി പ്രവർത്തിക്കുകയും ചെയ്തു. വ്യാപാര നിക്ഷേപ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള പുരോഗതി ഇരുപക്ഷവും അവലോകനം ചെയ്യുകയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായി ചർച്ചകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെയുള്ള ഭീകരതയെ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് പൊതുവായ സുരക്ഷാ ആശങ്കകളും സഹകരണവും പ്രതിഫലിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.